ദിലീപ് ശങ്കറിൻ്റെ മൃതദേഹം കണ്ട് മകൾ ദേവയും അമ്മ സുമയും പൊട്ടിക്കരഞ്ഞപ്പോൾ ഒരിറ്റു കണ്ണീര് പോലും വീഴ്ത്താതെയാണ് മകൻ ധ്രുവ ചടങ്ങിലുടനീളം നിന്നത്. അച്ഛൻ്റെ മദ്യപാനശീലത്തെ ഏറ്റവും അധികം എതിർത്തിരുന്നയാൾ ധ്രുവയായിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യം വന്ന് പറഞ്ഞിരുന്നതും അവൻ അച്ഛനോടായിരുന്നു. കുടിക്കുമ്പോൾ ഇങ്ങനെ അസുഖം വരും, അച്ഛൻ ഇനിയും ഇങ്ങനെ കുടിക്കല്ലേ, അമ്മയെ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ മകൻ പലപ്പോഴും ദിലീപിനോട് പറഞ്ഞിരുന്നു. ഇല്ല മോനെ എന്ന് ദിലീപ് പലപ്പോഴും മകനോട് തിരിച്ചും പറഞ്ഞിരുന്നെങ്കിലും മനസ്സ് നിയന്ത്രണം വിട്ടുപോകുന്ന സാഹചര്യങ്ങളിലും രോഗം അവശനാക്കുമ്പോഴുമെല്ലാം ദിലീപ് മകന് കൊടുത്ത വാക്കുകൾ മറന്നു പോവുകയായിരുന്നു പതിവ്. വീട്ടിൽ കുടുംബത്തിനൊപ്പം നിൽക്കുമ്പോൾ ഭാര്യയുടെയും മക്കളുടെയും നിയന്ത്രണം ഉണ്ടാകും. എന്നാൽ ഷൂട്ടിങ്ങിനായി വീട് വിട്ട് മാറി നിൽക്കുമ്പോഴെല്ലാം ദിലീപ് പലപ്പോഴും മദ്യത്തിന് അടിമയാകുന്ന പ്രവണതയായിരുന്നു കാട്ടിയിരുന്നത്. അതാണ് അപ്രതീക്ഷിത മരണത്തിലേക്കും നയിച്ചത്. അച്ഛനോട് സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ കുടിക്കുന്നത് ധ്രുവിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അച്ഛന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന ഭയം അവൻ്റെ കുഞ്ഞു മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതായിരിക്കാം അച്ഛൻ്റെ സംസ്കാര ചടങ്ങിലുടനീളം ഒരിറ്റു കണ്ണീർ പോലും വീഴ്ത്താതെ അവൻ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. എറണാകുളം ചെരനല്ലൂരിലെ വീട്ടിൽ പൊതുദർശനവും തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കിയ ശേഷമാണ് വിഷ്ണുപുരം ശ്മശാനത്തിലേക്ക് ദിലീപിൻ്റെ മൃതദേഹം കൊണ്ടുപോയത്. അപ്പോഴെല്ലാം അമ്മയ്ക്കും ചേച്ചിക്കും താങ്ങായും തണലായും നിൽക്കുന്ന കുഞ്ഞുമോനെയാണ് എല്ലാവരും കണ്ടത്. അവനായിരുന്നു പിന്നെ എല്ലാവർക്കും വേദനയായി മാറിയതും. അതേസമയം തിരുവനന്തപുരത്ത് നിന്നും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് ദിലീപ് ശങ്കറിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനം തുടങ്ങിയപ്പോൾ ദിലീപിൻ്റെ മൃതദേഹം ആദ്യം കാണിച്ചത് ഭാര്യയെയും മക്കളെയുമായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നതിനാൽ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫ്രീസറിനുള്ളിൽ മുഴുവൻ മൂടിയാണ് ദിലീപിനെ വീട്ടിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ അവസാന നോക്ക് കാണുവാൻ കാത്തിരുന്ന ഭാര്യയുടെയും മക്കളുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഫ്രീസറിന് മുകളിൽ ഒട്ടിച്ച ദിലീപിൻ്റെ ചിരിച്ച മുഖത്തിൽ മുഖമമർത്തി ചുംബിച്ച് കരയുകയായിരുന്നു ഭാര്യയും മകളും. ഇന്ന് വിഷ്ണുപുരം ശ്മശാനത്തിലാണ് നടന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അതിനു മുമ്പ് വീട്ടിൽ മാത്രമാണ് പൊതുദർശനം നടത്തിയിരിക്കുന്നത്. വീട്ടിലെത്തിച്ച മൃതദേഹം അവസാനമായി കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും സീമാജി നായരും ആൻമരിയും അടക്കമുള്ള നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിയത്. ആർക്കും തന്നെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനോ അവരുടെ വേദനയിൽ പങ്കുചേരാനോ സാധിച്ചിട്ടില്ല. എല്ലാവരിൽ നിന്നും വിട്ടകന്ന് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാട് നൽകി ശൂന്യതയിൽ തകർന്നിരിക്കുകയാണ് കുടുംബം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.